സ്വയംവരത്തിൽ വർണ്ണവിവേചനമുണ്ടായിരുന്നില്ലെങ്കിൽ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ വർണ്ണസങ്കരം, ഗോത്രശുദ്ധി ഇവക്കൊക്കെ പ്രസക്തിയില്ലായിരുന്നു എന്ന് അർത്ഥമാകുന്നുണ്ടോ? ഇല്ല, വർണ്ണസങ്കരം പാടില്ല എന്ന് തന്നെയാണ് അന്നത്തെ സാമൂഹിക സങ്കല്പം. ആചാര്യന്മാരുടെ നിഷ്കർഷയും അതിലാണ്. ഈ ഗോത്രശുദ്ധി എന്നുള്ള വാക്ക് പിൽക്കാലത്ത് വന്നതാണ്. ഗോത്രശുദ്ധി എന്നൊരു വാക്ക് മഹാഭാരതത്തിലില്ല. അത് പിന്നീട് നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ പ്രയോഗിച്ചു തുടങ്ങിയതാണ്. ഗോത്രം എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന അർത്ഥത്തിൽ ആണ് മഹാഭാരതത്തിൽ വരുന്നത്. പിന്നെ അത് പശുക്കളെ പരിപാലിച്ചുകൊണ്ട് കൂട്ടമായി ജീവിക്കുന്ന ഒരു സമൂഹം എന്നേ അതിനർത്ഥമുള്ളൂ. ഗോവിൽ നിന്നാണ് ഗോത്രം വരുന്നത്. ഗോവിനെ ത്രാണനം ചെയ്ത് പശുവിനെ പരിപാലിച്ച് ജീവിക്കുന്ന, ഏക ഉദ്ദേശ്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു കൂട്ടം. ഇപ്പോൾ 4-5 കുടുംബങ്ങളാകാം, പിന്നെ അതിൻ്റെ ശാഖോപശാഖകളാവാം എന്നതല്ലാതെ ഗോത്രത്തിന് ഇന്ന് നമ്മുടെ ഈ സോഷ്യോളജിയിൽ സങ്കല്പിച്ചിരിക്കുന്ന തരത്തിലുള്ള പ്രാധാന്യമോ അത്തരത്തിലുള്ള ഒരാശയമോ അതിൻ്റെ പിന്നിലില്ല. പക്ഷേ ഋഷിമാരുടെ പേരിലാണല്ലോ ഗോത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത്. അതെന്താ, അവരുടെ ആദിമൻ എന്നവർ മനസ്സിലാക്കിയിരുന്നയാളെ ആ ഗോത്രത്തിൻ്റെ തലവനായിട്ട്, ഗോത്രത്തിൻ്റെ പതിയായിട്ട്, കുലപതിയായിട്ട് വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് ഈ പശുപാലക ഗോത്രങ്ങളുടെ പ്രകൃതി ആരാധനയാണ് വേദങ്ങൾ എന്ന അർത്ഥത്തിലേക്ക് വേദങ്ങളുടെ സ്ഥാനത്തെ താഴ്ത്തിക്കൊണ്ടുവന്ന ഗോത്രസങ്കല്പമുണ്ടല്ലോ, ആധുനിക ഗോത്രസങ്കല്പം. ആ ഗോത്രസങ്കല്പമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഇത് വലിയ ഋഷിമാർ മനുഷ്യന് ആധുനിക കാലത്ത് പോലും കണ്ടുപിടിച്ച് മനുഷ്യ സമൂഹത്തെ ഏകാത്മകമായി നിർത്താൻ സാധിക്കാത്ത തരത്തിലുള്ള, എന്നാൽ അന്ന് ഏകാത്മകമായി നിർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു തത്വത്തെ കണ്ടെത്തിയ ആളുകൾ വെറുതെ പശുപാലകന്മാരായിരുന്നു എന്ന് പറയുന്നത് അനവധാനതയോടുകൂടിയുള്ള ഒരു സമീപനമാണ്. വെറും കാലി വെച്ച് നടക്കുന്ന ആളുകളല്ല അവർ. കാനനത്തിൽ താമസിച്ചിരുന്നു എന്നേ ഉള്ളൂ. അവരുടെ ആവശ്യത്തിന് കാലികളും അവിടെ ഉണ്ടായിരുന്നു, പശുക്കളും ഉണ്ടായിരുന്നു എന്നല്ലാതെ അവരെ വെറുതെ ആട്ടിടയന്മാർ അല്ലെങ്കിൽ പശുപാലകന്മാർ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് ശരിയല്ല. ജ്ഞാനത്തിൻ്റെ മനുഷ്യന് എന്നും സമാർജിക്കാമായിരുന്ന ജ്ഞാനത്തിൻ്റെ സമുന്നതമായ ആതിഥ്യകയിൽ മനസ്സുകൊണ്ട് വിശ്രമിച്ചവരും വ്യാപരിച്ചവരുമാണ് അവർ. ഏറ്റവും സമുന്നതമായ വിദ്യ കണ്ടുപിടിച്ചവരാണ്. എന്തിനുള്ള വിദ്യ? മനുഷ്യന് ശാന്തമായി ജീവിക്കാനുള്ള വിദ്യ, മനുഷ്യൻ്റെ മനസ്സിന് സ്വാസ്ഥ്യം നൽകുന്നതിനുള്ള വിദ്യ കണ്ടുപിടിച്ചവരാണ്. ആ വിദ്യയാണെന്നും ആവശ്യം. ബാക്കിയുള്ളതെല്ലാം മനുഷ്യൻ്റെ കൃത്രിമമായ ബാഹ്യ മോടികളാണ്. അത് മനുഷ്യൻ്റെ പരിഷ്കൃതികളാണ്, മനുഷ്യൻ്റെ സംസ്കൃതിയല്ല. അപ്പോൾ മനുഷ്യ മനസ്സിനെ സംസ്കരിക്കുന്നതിനുള്ള ഏറ്റവും സമുന്നതമായ യുക്തികൾ കൊണ്ട് നിഷേധിക്കാൻ സാധിക്കാത്ത അടിസ്ഥാന തത്വങ്ങൾക്ക് രൂപകൽപ്പന ചെയ്തിരുന്ന ആളുകളെ പശുവിനെ തീറ്റി നടന്നിരുന്നവർന്ന് പറയാനൊക്കില്ല. പശുവിനെയും തീറ്റിയിരുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡൻറ്റ് പണ്ട് ഓവർസിയറോ എഞ്ചിനീയറോ ആയിരുന്നു ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡൻറ്റ്. അതുകൊണ്ട് എഞ്ചിനീയർ ആയിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തള്ളിക്കളയാനൊക്കോ? ഒരു എഞ്ചിനീയർ വരുന്നു എന്നല്ല, എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് എഞ്ചിനീയർമാരുണ്ട് ഇന്ത്യയിൽ. ഇപ്പോൾ എഞ്ചിനീയറായിട്ടല്ല ഇരിക്കുന്നത്, എഞ്ചിനീയറുമാണ്, നല്ല എഞ്ചിനീയറുമാണ്, ഇപ്പോഴുമാണ്. പക്ഷേ ഇപ്പോൾ എഞ്ചിനീയർ എന്ന് പറയുകയല്ല വേണ്ടത്, പിന്നെ എന്താണ് ഇന്ത്യയുടെ പരമാധികാരി എന്നാണ് അദ്ദേഹത്തെ പറയേണ്ടത്. അതുപോലെ ഋഷി കാലികളെയും മേച്ചിട്ടുണ്ട്, മേയ്ക്കുന്നുമുണ്ട്. വിറകൊടിക്കാൻ പോകുന്നുണ്ട് അവർ. സന്ദീപിന് പോകും, കണ്വൻ പോകും, അഗ്നിവേശൻ പോകും വിദ്യാർത്ഥികളോടുകൂടി വിറകൊടിക്കാൻ. പോകാതെയും ഇരിക്കും. അതുകൊണ്ട് വിറകൊടിപ്പുകാരൻ എന്ന് പറയാനൊക്കെ, വിറക് വെട്ടുകാരൻ എന്ന് പറയാനൊക്കില്ല. വിറക് വെട്ടാനും പോകും, അതും അറിയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിറക് വെട്ടുകാരന്മാരുടെയും ചുള്ളി പെറുക്കുന്നവരുടെയും പ്രകൃതിയെ നോക്കി, പ്രകൃതിയെ കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ട് പുറത്തു നോക്കി പാടിയ പാട്ടുകളാണ്, നിരർത്ഥകമായ പാട്ടുകളാണ്
എന്ന് പറയാനൊക്കില്ല. വടക്കൻ പാട്ട് പോലെയുള്ള പാട്ടാണെന്ന് പറയാനൊക്കില്ല. ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് എന്ന തരത്തിലുള്ള പാട്ടല്ല അത്. ആ പ്രകൃതി ആരാധനയുടെ നടുക്ക് എന്തിനാണ് ഈ പ്രകൃതി ആരാധനാപരമായ മന്ത്രങ്ങൾ, സൂക്തങ്ങൾ രചിച്ചിരിക്കുന്നത്? പ്രകൃതിയിലേക്ക് ആകർഷിച്ചിട്ട് പ്രകൃതിയിലൂടെ പ്രകൃതിക്ക് നിയാമകമായി വർത്തിക്കുന്ന, ഏകീഭൂതമായ, എല്ലാത്തിനെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന, സർവത്തെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ധരിച്ചുകൊണ്ടിരിക്കുന്ന, അവയുടെ കൃത്യങ്ങളിലേക്ക് നിയമിച്ചു കൊണ്ടിരിക്കുന്ന ഏകാത്മകമായ ശക്തി ധാമത്തിൻ്റെ സാന്ദ്രതയുടെ ആത്മാവിലേക്ക് നയിക്കാനാണ് ഈ പ്രകൃതി ആരാധനകളെല്ലാം. വൈവിധ്യത്തിലൂടെ, പ്രകൃതിയുടെ നാനാത്വത്തിലൂടെ, ആ പ്രകൃതിയുടെ നാനാത്വത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, അതിൻ്റെ അടിസ്ഥാന തത്വത്തിലേക്ക് നയിക്കാനുള്ള പരിശീലന കളരിയായിട്ടാണ് സൂക്തങ്ങൾ രചിച്ചു വച്ചിരിക്കുന്നത്. അല്ലാതെ ഫോക്ലോറല്ല. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറയുന്നവൻ മൂഢനാണെന്ന് മാത്രമേ അർത്ഥമുള്ളൂ.